കായുണ്ടായി. തക്കാളിയുടെ തൈ വെച്ചപ്പോൾ മാത്രം ഉഷാറായിട്ടൊന്നും തോന്നിയിരുന്നില്ല. പക്ഷേ ഇപ്പം സാധനം ഉണ്ടായി. ഇപ്പം ഉണ്ടായപ്പോൾ നമ്മൾ വീഡിയോ ഇടാൻ തോന്നി. ഇത്തിരി പച്ചപ്പുണ്ട്, എന്നാലും കുഴപ്പമില്ല. നമുക്ക് എടുക്കുമ്പോൾ നമുക്കൊരു ഇത്തിരി കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതും കൂടി കട്ട് ചെയ്തെടുക്കുകയാണ്. ഇവിടെ വെച്ച് കട്ട് ചെയ്തെടുക്കാം. ഒരു താഴെ പോയി. ഇത് പിടിച്ചിട്ടുണ്ട്. ഇഷ്ടം പോലെ തക്കാളി, 5 തക്കാളി കിട്ടിയിരുന്നു നമുക്ക്. നല്ല അടിപൊളി തക്കാളി. പഞ്ചായത്തിൽ നിന്ന് നമുക്ക് കുറച്ച് തൈകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ചട്ടിയും ഒരു 10 ചട്ടി അതുപോലുള്ള സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ എനിക്ക് മുന്നേ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഇട്ടിട്ടില്ല. അപ്പോൾ ഇത് നമ്മളെ അന്ന് നട്ടതാണ്. അപ്പോൾ അതിനകത്ത് തക്കാളി ഉണ്ടാവുന്നൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല നട്ടത്. അങ്ങനെ ഭംഗിയുള്ള തൈയൊന്നും ആയിരുന്നില്ല, നല്ല തൈ ഒന്നായിട്ട് തോന്നിയില്ല അന്ന് നട്ടപ്പോൾ. അപ്പോൾ അതുകൊണ്ട് അത് നടണമെന്നും എടുത്തില്ല. കഴിഞ്ഞപ്പോൾ സാധനം ഉണ്ടായി. നമ്മൾ വലിയ പരിചരണമൊന്നും ഇതിന് കൊടുത്തിട്ട് കിട്ടിയ ഇത് ആ തൈ ഇപ്പം കായുണ്ടായി. തക്കാളിയുടെ തൈ വെച്ചപ്പോൾ മാത്രം ഉഷാറായിട്ടൊന്നും തോന്നിയിരുന്നില്ല. പക്ഷേ ഇപ്പം സാധനം ഉണ്ടായി. ഇപ്പം ഉണ്ടായപ്പോൾ നമ്മൾ വീഡിയോ ഇടാൻ തോന്നി. അപ്പോൾ ഇതേണ്ടാ തക്കാളിക്ക്. അയ്യോ, ഇത് പച്ചയാണ്. പഴുത്ത കേട്ടാ, നല്ല സൂപ്പറായിട്ട് പഴുത്തൊക്കെ നിൽക്കുന്നുണ്ട്. നമുക്ക് ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടാ. എങ്ങനെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിരുന്നില്ല. അത് നോക്കി കേട്ടാ, ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. 3 കേട്ടാ, നല്ല സൂപ്പറായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് എന്തായാലും ഉണ്ടായ സ്ഥിതിക്ക് എടുത്തതാണ് ഈ വീഡിയോ കേട്ടാ. പിന്നെ വേറെയും ഉണ്ട് കേട്ടോ. ഇത് മാത്രമല്ല, തക്കാളി തൈ മാത്രമല്ല, അവിടെ അപ്പുറത്ത് വേറൊരു തൈ ഉണ്ട്, അത് കാണിച്ചു തരാം. അവിടെ ഒരു തൈ ഉണ്ട്, പിന്നെ ഇപ്പുറത്ത് വേറെ 2 തൈകളാണ് നമ്മൾ തക്കാളി വെച്ചത് കണ്ട. ഇത് നല്ല സൂപ്പറായിട്ട് ഇതിന്മേലും ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. ഇത് 2 തൈയാണ് കേട്ടോ. ഇത് 2 തൈമേലും കായ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ തക്കാളി വെച്ച് കഴിഞ്ഞാൽ പിടിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്, കായ ഉണ്ടാവുന്നത്. ആദ്യം ഞാൻ ഇത്തിരി ചോലുള്ള ഭാഗം ഉണ്ടായിരുന്നു, തണലത്തായിരുന്നു വെച്ചത്. അതുകൊണ്ട് അത് അത്ര ഉഷാറായില്ല. കായ ഒരെണ്ണം ഉണ്ടായി, പിന്നെ ഉണ്ടായില്ല. അപ്പോൾ എനിക്കൊരു വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായില്ല. ഈ പ്രാവശ്യം നമ്മൾ തക്കാളി തൈ വെച്ചപ്പോൾ വെയിലത്ത് തന്നെ വെച്ച്. വെയിലത്ത് ഇപ്പം നല്ല വെയിലുള്ള സ്ഥലമാണ്. അതുകൊണ്ട് ഇതുമ്പോൾ ഉണ്ടാവുകയും ചെയ്ത്. പക്ഷേ അപ്പോൾ അതുകൊണ്ടാണ് ഉണ്ടായതുകൊണ്ട് ഇപ്പം നമുക്ക് വലിയ പരിചരണമൊന്നും ഇതിന് കൊടുത്തിട്ടില്ല. കുറച്ച് വെള്ളം കൊടുക്കും, പിന്നെ കുറച്ച് പച്ചില വളങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ പിന്നെ ചെയ്തേക്കുന്നത് കഞ്ഞവെള്ളം, പുളിപ്പിച്ച കഞ്ഞവെള്ളം അതൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ നോക്കി, ഇത് നമ്മുടെ ഒരു മുളക് തൈ 2 വെച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് മുറുമ്പ് കയറുന്നുണ്ട്, അതൊന്ന് നോക്കണം. ഇപ്പോൾ ഇതുമ്പോൾ കണ്ട, ഇത് പൂവുണ്ടായിട്ടുണ്ട്. അധികം വലിപ്പമൊന്നും വെച്ചിട്ടില്ല. അധികം വലിപ്പം വെച്ചിട്ടില്ല. അപ്പോഴേക്കും അതുമ്പോൾ നല്ല പൂവുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതുമ്പോൾ മൂഞ്ഞ മറ്റേ ഇതൊക്കെ ഉണ്ട്, പ്രാണികൾ കയറുന്നുണ്ട്. അതിനെന്തെങ്കിലും പരിഹാരം കാണണം. പക്ഷെ നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട്. നല്ല ഇലകൊക്കെ ഫില്ലായി നിറച്ച് പൂക്കൾ വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ അടുത്തത് നോക്കി, വഴുതനങ്ങ പൂട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ഉണ്ടായി കിടക്കണേക്ക് വഴുതനങ്ങ ഉണ്ടായി കണ്ട. പൂ വിരിഞ്ഞേക്കണ്. ഇത് ഈ വഴുതനങ്ങ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഇപ്പുറത്തേയും ഉണ്ടായിട്ടുണ്ട്. 4 വഴുതനങ്ങ തൈ ഉണ്ട്. അത് 4മേയും കായ ഉണ്ടായിട്ടുണ്ട്. അവിടെ കണ്ട, നല്ല ഉഷാറായിട്ടുണ്ടായിട്ടുണ്ട്. അടുപ്പിച്ച് കാണിച്ചെടുത്ത് അവിടെ അതിന്മേ നല്ല ഉഷാറായിട്ടുണ്ട്. നമ്മൾ വെള്ളം നനയ്ക്കാൻ വേണ്ടി കുപ്പിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറേശ്ശെ വെള്ളം വീഴാവുന്ന തരത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. തക്കാളി വിളവെടുപ്പാണ് കണ്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ.